എടാ ചെറുക്കാ, ഒന്നും കിട്ടിയല്ലേ പെണ്ണിന്റെ വീട്ടീന്ന്. ഓ, ഒന്നും കിട്ടിയില്ലെങ്കിൽ കല്യാണം അങ്ങ് വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞേക്കടാ. നിന്റെ പിന്നെ കൊച്ചച്ഛന്റെ മോളുടെ കല്യാണം ഇപ്പൊ നടന്നിട്ട് 30 പവനും 2 ലക്ഷം രൂപയാ കൊടുത്തത്. എന്തെങ്കിലും കുറച്ച് പൈസയെങ്കിലും കിട്ടാതെ എങ്ങനെയാ ഒരു കല്യാണം ആവുമ്പോ എന്തെല്ലാം ചെലവുണ്ട് നമുക്ക്. ഏ അവന്റെ കല്യാണത്തിനുള്ള ചെലവിനുള്ളത് ഉണ്ടാക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിലേ അവൻ പെണ്ണ് കെട്ടണ്ട. അല്ലേ, സ്വന്തം കല്യാണത്തിനുള്ള കാശുണ്ടാക്കാൻ പറ്റാത്തവൻ പിന്നെ എന്തിനാ പെണ്ണ് കിട്ടുന്ന എന്തിനാ എന്ന് പറഞ്ഞ് ഇതൊരു നാട്ടുനടപ്പൊക്കെ ഇല്ലേ? ഇപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ സ്ത്രീധനം ഒന്നും ചോദിക്കാൻ ഒക്കെയല്ല. എന്നാലും കണ്ടറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ തരണ്ടേ? ഇതിപ്പോ ഒന്നും ഇല്ലെന്ന് ആദ്യം തന്നെ ഏതായാലും അവര് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് വേണ്ടാന്ന് വെക്കാന്നാ ഞാൻ പറയുന്നത്. അമ്മ എന്ത് നാട്ടുനടപ്പാന്നാ ഈ പറയുന്നത്? അവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയും ഉണ്ട്, ശമ്പളവും ഉണ്ട്. ഇപ്പൊ അവനൊരു കല്യാണം കഴിക്കാൻ ഒരു കൂട്ട് വേണം തോന്നി, അവനൊരു കുടുംബം വേണം എന്ന് തോന്നിയപ്പം അവൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിനിപ്പം പിന്നെ നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നീ അങ്ങോട്ട് മാലയിട്ടിട്ട് പെണ്ണിനെ വേണേ കെട്ടട തീർക്കാം. അല്ലാണ്ട് നീ നിന്റെ അച്ഛന്റെ സ്വഭാവം കാണിക്കാൻ നിൽക്കരുത്. ആ, എന്റെ പൊന്നു പെണ്ണെ, ഞാനൊരു കാര്യം പറയാം. ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ കല്യാണ സമയത്ത് കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നും കിട്ടിയല്ല. എടാ ചെറുക്ക, നീ അമ്മ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. പെണ്ണിന്റെ വീട്ടിൽ നിന്നൊന്നും വേണ്ടെന്നേ. അവളെ കഷ്ടപ്പെട്ട് അവളുടെ കാരണവന്മാര് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തു. ഇനി അങ്ങോട്ട് സ്വർണവും പണവും കൊടുത്തുവച്ചിട്ട് പെണ്ണിനെ കെട്ടിച്ചുവിടാൻ അവരുടെ തലയ്ക്ക് എന്താ ഓളം ഉണ്ടോ? എടാ ചെറുക്ക, നീ വേണമെങ്കിൽ ആ പെണ്ണിനെ കെട്ടിക്കോ. ഇല്ലെങ്കിൽ നീ മൂത്ത് നരച്ച് ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ ഇട്ട് മൂടാനുള്ള സ്വർണവും പണവും കൊടുത്തിട്ട് ആ പെണ്ണിനെ ചെറുക്കന്മാര് കെട്ടിക്കൊണ്ട് പോകും. ഞാൻ പറഞ്ഞേക്കാം, നല്ല ഒന്നാന്തരം പെങ്കൊച്ച. ആ, അത് നേരാടാ. നിനക്കിപ്പോ 30 വയസ്സ് കഴിഞ്ഞില്ലേ? ആ, ഓരോരോ കാലം പോയ പോക്കേ. ആ, ഇനിയിപ്പൊ അങ്ങോട്ട് സ്വർണവും പണവും ഒക്കെ തൂക്കി കൊടുക്കേണ്ടി വരും പെങ്കൊച്ചുങ്ങളെ കിട്ടാന്. ഉം